വെൽക്കം ബാക്ക് ടു ദി ലോസ്റ്റ് ഹിസ്റ്ററി മലയാളം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്ന സംഭവം ഒരു പൊടിക്ക് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള സംഭവം. എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭയങ്കര നോളജുള്ള ആളോ അല്ലെങ്കിൽ ഭയങ്കര മറ്റെന്തെങ്കിലും കുറേ ബുക്കുകളോ കാര്യങ്ങളോ വായിക്കണം, അങ്ങനെ യാതൊരു സംഭവമില്ല. നിങ്ങൾക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കൊരു വസ്തുവിനെ നിങ്ങൾക്ക് കാണാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാനെന്ന് പറയുന്ന ഈ ഒരു കണ്ടൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും, അത് പഠിക്കാനും പറ്റും, നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റിൻ്റെ പേരാണ് ഏഞ്ചൽ നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഏഞ്ചൽ നമ്പേഴ്സ്, ഏതൊക്കെയാണ് ഏഞ്ചൽ നമ്പേഴ്സ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ മുമ്പിലേക്ക് കാണുക, ഇതേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അല്ലെങ്കിൽ കണ്ടിട്ടും കാണാതെ പോയ കുറേ അക്കങ്ങളുണ്ട്. ആ അക്കങ്ങളുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമസ്തേ, ഞാൻ സബീഷ് സാവിത്രി നാരായണൻ. ദ ലോസ്റ്റ് ഹിസ്റ്ററി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതായത് ഈ ഏഞ്ചൽ നമ്പേഴ്സിൽ വിശ്വസിക്കുന്നവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ, അതായത് ഹയർ സോഴ്സിലുള്ള നമ്മളെക്കാൾ കൂടുതൽ പവറുള്ള എനർജിയുള്ള അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന കുറച്ച് ദൈവികമായ അല്ലെങ്കിൽ അതുപോലത്തെ ഹയർ സോഴ്സിലുള്ള കുറച്ച് പേരും നമുക്ക് വേണ്ടി കാണിച്ചു തരുന്ന ദൈവികമായിട്ടുള്ള കുറച്ച് അക്കങ്ങളുണ്ട്. ഈ അക്കങ്ങളെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ലോകം എന്നെല്ലാം പറയുന്നത് നമ്മൾ കൺമുമ്പിൽ കാണുന്ന പോലുള്ള സംഭവം മാത്രമല്ല, നമുക്ക് കാണാൻ കഴിയാത്തതും കേൾക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ എല്ലാം ചുറ്റിലും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ല എന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും എല്ലാം നയിക്കുന്ന ഒരു എനർജി സോഴ്സ് ഈ ഒരു ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഇന്ന് നമ്മൾ ലോകത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 7000-ലധികം ഭാഷകളിലൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹയർ സോഴ്സ് അല്ലെങ്കിൽ ഹയർ സോൾസ് അല്ലെങ്കിൽ മാലാഖ എന്നെല്ലാം പറയുന്ന നമ്മുടെ നല്ലത് ചീത്തയും നമ്മളെ മുൻകൂട്ടി അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി, അവർ നമുക്ക് അതായത് നമ്മളടുത്ത് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ 7000-ലധികം പെടുന്ന ഒരു ഭാഷയുമല്ല. അവർ യൂസ് ചെയ്യുന്നത് അക്കങ്ങളിലൂടെയാണ്. അവർക്ക് എന്താണോ പറയാനുള്ളത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൺമുമ്പിൽ അക്കങ്ങളും അക്ഷരങ്ങളുമായിട്ട്, അതായത് അക്കങ്ങളായിട്ട് കാണിച്ചു തരും. ആ അക്കങ്ങളെ നമ്മൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് നമ്മളടുത്ത് പറയാനുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് നല്ലതും ചീത്തയും നടക്കുന്നതിന് മുമ്പായിട്ട് ഇത്തരം പല സംഖ്യകൾ നമ്മുടെ കൺമുമ്പിൽ അവർ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നമ്മളത് നോക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ വേണ്ടത്ര മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വില മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ അത് നമ്മൾ അവഗണിച്ച് പോകും. അതുകൊണ്ടാണ് അവർ തരുന്ന മുന്നറിയിപ്പുകൾ പലതും നമുക്ക് നേരത്തെ കിട്ടിയിട്ട് നമുക്കത് കാണാതെ അല്ലെങ്കിൽ അത് ഡീകോഡ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവർ നമ്മളെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അക്കങ്ങളിലൂടെയാണ്. അക്കങ്ങളെന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഈ ഒരു 9 അക്കങ്ങളിലൂടെയാണ് അവർ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്താണെന്നറിയാം, ഇത് സ്വന്തം ചാനൽ വന്നിടത്ത് തള്ളി മറിക്കില്ലെന്ന് ആരും വിചാരിക്കരുത്. കാരണം ഇത് നമ്മൾ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഭരിക്കാനും ഗുണിക്കാനും വേണ്ടി മാത്രമുള്ള അക്കങ്ങളല്ല. ഈ അക്കങ്ങൾക്കെല്ലാം ഒരു എനർജി ഉണ്ട്. നമ്മളെല്ലാം നിസാരമെന്ന് കരുതുന്ന ഇത്തരം അക്കങ്ങൾക്ക്, ഓരോ അക്കങ്ങൾക്കും അക്ഷരങ്ങൾക്കും എനർജി ഉണ്ട്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറോളജി എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഈ ന്യൂമറോളജിയുടെ കാര്യം, അതായത് സംഖ്യാശാസ്ത്രത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. അതായത് സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നതിൽ ഏറ്റവും നല്ല 2 മെത്തേഡ് എന്ന് പറയുന്നത്, ഒന്ന് പൈതഗോറിയൻ ന്യൂമറോളജി മെത്തേഡും പിന്നെ വേറൊന്ന് ചാൽഡിയൻ ന്യൂമറോളജി മെത്തേഡുമാണ്. അപ്പോൾ എന്താണ് ഈ 2 സംഭവങ്ങളും എന്നതിന് ചെറുതായിട്ട് ചുരുക്കിയെന്ന് പറയാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ പൈതഗോറിയൻ ന്യൂമറോളജി സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. അതായത് 1 മുതൽ 2, 3, 4, 5, 6, 7, 8, 9 ഈ ഓരോ അക്കങ്ങളും ഇംഗ്ലീഷ് അക്ഷരമാലയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതായത് ഓരോ അക്കങ്ങളുടെയും എനർജി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്കങ്ങളുമായിട്ടാണ്. ഉദാഹരണത്തിന് 1 എന്ന സംഖ്യ ബന്ധപ്പെട്ട് കിടക്കുന്നത് AJS ഈ ഒരു 3 അക്ഷരങ്ങളുമായിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള ഓരോ അക്കങ്ങളും ഓരോ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങളതൊന്ന് കണ്ടു.
പറഞ്ഞു വന്നത് ഓരോ അക്കങ്ങൾക്കും അക്ഷരങ്ങൾക്കും നമ്മളെല്ലാം ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള ഒരു എനർജി കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സീത എന്ന പേരുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ ലൈഫ് ടൈം എടുത്ത് ആ സ്പാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിങ്ങളാണ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളെല്ലാം കഥാപാത്രങ്ങളെല്ലാം കണ്ട അല്ലെങ്കിൽ രാമായണത്തെല്ലാം കണ്ട പോലെ തന്നെ ആ സീത എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രം ഏതൊക്കെ വഴികളിലൂടെ പോയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഒരു ഭാഗം ഈ സീത എന്ന പേരുള്ള ഈ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പലതും ഇത്തരത്തിലുള്ള പല കഥകളുമുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊന്നും നമ്മൾ തള്ളിക്കളയേണ്ട വിഷയങ്ങളല്ല, ഇതിൻ്റെ എല്ലാം പുറകിലൊരു സയൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ പലപ്പോഴും മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പല പ്രശസ്തരായ സിനിമാടിമാരും അതുപോലുള്ള ഹയർ ലെവലിൽ നിൽക്കുന്ന പല വ്യക്തികളും അവരുടെ പേരിൻ്റെ ഇന്നക്ഷരം മാറ്റി ഒരു സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് മാറ്റി എന്നെല്ലാം പറയുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ്. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ദിവസവും നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന ഏതെങ്കിലും റിപ്പീറ്റഡ് ഡിജിറ്റൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളീ പറയുന്ന ഹയർ സോൾസ്, അതായത് നിങ്ങളടുത്ത് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതോ ഒരു മാലാക, നമുക്കതിനെ ഡിവൈനായിട്ട് പറയാം, അതായത് ഏത് രീതിയിലാണ് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അറിയിക്കാനുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ഭാഷ. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ നല്ലതും ചീത്തയും ആഗ്രഹിക്കുന്ന ആ ഒരു ഹയർ സോൾ നമുക്ക് നമ്മളടുത്ത് എന്തോ മുൻകൂട്ടി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവരത് നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇത്തരം നമ്പറുകളിലൂടെ ആയിരിക്കും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ 112233 ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് നമ്മുടെ ഫോണുകളിലോ അല്ലെങ്കിൽ എങ്ങനെയാലും നമ്മുടെ ആ ഒരു ഫുൾ ഡേ നമ്മൾ നോക്കുമ്പോൾ പലയിടത്തായിട്ട് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ നിങ്ങളത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫോണിലെ സമയം ചിലപ്പോൾ കാണുന്നത് 11 ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ റോഡിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു സൈൻ ബോർഡിൻ്റെ കീഴെ താഴെയുള്ള അവരുടെ മൊബൈൽ നമ്പർ ഇതായിരിക്കും. അല്ലെങ്കിൽ ബൈക്കിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തു കൂടി പോകുമ്പോൾ ഏതെങ്കിലും കാറിൻ്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. നിങ്ങൾ ബില്ലടയ്ക്കേണ്ട പൈസ എന്ന് പറഞ്ഞത് എല്ലാം റിപ്പീറ്റഡായിട്ട് ഒരേ നമ്പേഴ്സ് റിപ്പീറ്റഡായിട്ട് വരുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സംഭവത്തിനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഹയർ സോളിന് എന്തോ കാര്യം പറയാനുണ്ട്. അപ്പോൾ ഏത് നമ്പറാണ് നിങ്ങൾ കാണുന്നത്, ഇങ്ങനെ സ്ഥിരമായിട്ട് റിപ്പീറ്റായി കാണുന്നത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റൂ. അതായത് ഓരോ അക്കങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ ഏതൊക്കെയാണ് ഏഞ്ചൽ നമ്പേഴ്സ്, അതായത് ഡബിൾ ഡിജിറ്റ്സ്, ട്രിപ്പിൾ ഡിജിറ്റ്സ്, 111, 222, 3344 അങ്ങനെ ചിലപ്പോൾ 2222 ആവും, ചിലപ്പോൾ 333 ആവും. ഇങ്ങനെ റിപ്പീറ്ററായിട്ട് വരുന്ന ഓരോ അക്കങ്ങൾക്ക് മുന്നിലും ഒരു കാര്യം ഒളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ നമ്മളടുത്ത് എന്തോ കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്താണ് ഈ നമ്പേഴ്സിൻ്റെ എല്ലാം പിന്നിലുള്ള അർത്ഥങ്ങൾ എന്നെല്ലാം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇങ്ങനെ സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ A to Z കാര്യങ്ങൾ, എല്ലാ ഡിജിറ്റലിൽ വരുന്ന A to Z കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്തതുപോലെ ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ഒന്ന് വെച്ചിട്ട് ഒന്നിൽ തുടങ്ങുന്ന ഏഞ്ചൽ നമ്പേഴ്സിൽ വരുന്ന ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നത്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അവർ നമ്മളടുത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ അടുത്ത ആഴ്ച കാണാം. അതുവരെയും